ചട്ടിയൊക്കെ തലയിൽ കമത്തിക്കുന്ന വേറൊന്നുമല്ല കേട്ടോ. ഇന്നൊരു യാത്ര പോവാണേ. മക്കൾ സ്കൂളിലേക്ക് പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം മക്കളോട് പറഞ്ഞിട്ടില്ല കേട്ടോ പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരും കൂടെ വരണമെന്ന് വാശി പിടിക്കുവേ. എന്തായാലും ഇന്ന് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവരെന്തായാലും കാണും. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് ഞങ്ങൾ പോയായിരുന്നു. ഈ വീട്ടിൽ രണ്ടിലൊന്നും നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ദേ കുറേ നാളിന് ശേഷം ഞാൻ ടൂ വീലറിൽ യാത്ര ചെയ്യുകയാണ് കേട്ടോ. ഇത്രയും ദൂരെ ടൂ വീലറിൽ യാത്ര ചെയ്യത്തില്ലെന്നല്ല, ഇത്രയും ദൂരെ കൂത്താട്ടുകുളത്താണ് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ മൂവാറ്റുപുഴ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. റോഡ് പണിയൊക്കെ ആയത് കാരണം റൂട്ടൊക്കെ മാറ്റി വിട്ടേ. ലാസ്റ്റ് ഞങ്ങൾ തൊടുപുഴയാണോ പാലയാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. എവിടെയൊക്കെയോ എത്തി. കൂത്താട്ടുകുളത്ത് ചുറ്റി കറങ്ങിയാണ് കേട്ടോ കൂത്താട്ടുകുളം ടൗൺ വരെ എത്തിയത്. അങ്ങനെ ദാഹിച്ച കാരണം ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നാരങ്ങ വെള്ളം പറഞ്ഞിട്ട് നോക്കി നിൽക്കുകയാണേ. നല്ല വെയിലായിരുന്നു കേട്ടോ. പൊരി വെയിലെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് സാധനമായ കപ്പലിൻ്റെ മിഠായി ഉണ്ട് കേട്ടോ. കപ്പലിൻ്റെ മിഠായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കപ്പലിൻ്റെ മിഠായി വിടത്തില്ലല്ലോ. അങ്ങനെ ഒരു കപ്പലിൻ്റെ മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് നാരങ്ങളൊക്കെ കുടിച്ചു കേട്ടോ. തിരിച്ചു വന്ന് വണ്ടി ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. നന്നായിട്ടിരുന്ന നേരം പൊള്ളിപ്പോയി കേട്ടോ. കാരണം നല്ല ചൂടത്ത് നല്ല മുട്ട വിട്ട് കഴിഞ്ഞാൽ പൊരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ വണ്ടി ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. കുഞ്ഞമ്മയുടെ നല്ല ഭംഗിയായിട്ടോ. അവിടെ ചെടികളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നൊരു വീടാണേ. റോഡിന് താഴെയായിട്ടാണ് കേട്ടോ വീട്. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വേണേൽ പോകാൻ. ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല കേട്ടോ. കാരണം അവിടുത്തെ പട്ടി വെളിയിലിറങ്ങി നിൽക്കുക കേട്ടോ. അവൾ രാവിലെ കൂട്ടി ഇറങ്ങി പോയതാണ്. അവളുടെ അമ്മയും അവളും കൂടി കേട്ടോ കൂട്ടി കിടക്കുന്നത്. അങ്ങനെ ബീഫൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം സുഖമില്ലാതായ പിന്നെ ഞാനിങ്ങനെ യാത്രയൊന്നും ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. ഒരു 3-4 മാസത്തിന്, 3-5 മാസത്തിൽ കൂടുതലായിട്ടോ ഞാൻ യാത്രയൊക്കെ ചെയ്തിട്ട്. അങ്ങനെ യാത്രയുടെ ക്ഷീണത്തിൽ കുറച്ചധികം നേരം ഇരുന്നു കേട്ടോ. അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കൂടുതൽ ഞാൻ കിടന്ന് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ നേരം അവരുടെ വീടിൻ്റെ അടുത്തതിനുള്ള ഒരു അക്ഡേറ്റാണേത്. പുതിയൊരു പള്ളി പണിയുന്നതാണ് കേട്ടോ അത്. അങ്ങനെ ആ അക്ഡേറ്റ് നല്ല വ്യൂ ആയിട്ടോ. അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇരുവശങ്ങളിലും നല്ല പച്ച പിടിച്ച പാടം, നെൽപ്പാടമാണേ അത്. പിന്നെ കമുകിൻ തോട്ടവും മലകളും നല്ല ഭംഗിയായിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ്. അച്ഛൻ പറഞ്ഞു ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും എങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ എങ്ങനെയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാതിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പക്ഷേ ഭയങ്കര വെയിലാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിലൊന്നും തെളിയുന്നൂടി ഉണ്ടായില്ല കേട്ടോ. നോക്കിയിട്ടേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോസൊക്കെ കിട്ടിയോയെന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നേ. അങ്ങനെ ഞാൻ പറയുന്നത് ഇറങ്ങിയിട്ടൊന്ന് കുറച്ച് പോസൊക്കെ ഇട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ വീഡിയോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ടാറ്റാ, ബൈ ബൈ.